ഗോപകുമാറാണ്, പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് ഇതിൽ ഏത് സുധാകരനെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യം? അയ്യോ വയ്യ. അല്ല, രണ്ടുപേരും താങ്കളുടെ വ്യത്യസ്ത പാർട്ടിയിൽപ്പെടുന്ന രണ്ടുപേരായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനകത്ത് ആരെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യം? തീർച്ചയായിട്ടും മനസ്സിലായി. എനിക്ക് അതിലൊരു ഭയങ്കരമായ ഒരു കൗതുകമുണ്ട്. കിരൺജി നമസ്കാരം. എന്തായാലും ഞാൻ അതിന്റെ ഒരു വശം പറഞ്ഞുതരാം. ഒരു കാലത്ത് ഇവിടെ ഒരു കാലത്ത് എല്ലാവരും ഡൽഹിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? ഒരു പെട്ടി റെഡിയാക്കി 2 കുപ്പായം റെഡിയാക്കി വെക്കും ഡൽഹിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു കാലം വൺസ് അപ്പോൺ എ ടൈം തന്നെ പറയാം. ഇനി ആ ഒരു കാലം വരില്ല, തിരിച്ചു വരില്ല. എന്താ കാര്യം? അവിടെ പോയി കഴിഞ്ഞാൽ, ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഒരു മന്ത്രിയാവാം, ഒരു MP ആവാം, ഒരു മന്ത്രിയാവാം. അതിന്റെ പരിഗണനകൾ പലതാണ്. കേന്ദ്രത്തിൽ ഭരണം കമ്മ്യൂണിസ്റ്റിന്റെയാണ്, കോൺഗ്രസ് പാർട്ടി ഭരണമായിരുന്നു. ഇനിയിപ്പോ കേന്ദ്രത്തിലേക്ക് പോയിട്ട്, ഡൽഹിക്ക് പോയിട്ട് യാതൊരു വിധ കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. CPM-ന്റെ എംപിമാർക്കല്ല, CPM-ന്റെ MP-ക്ക് അറിയാം, കോൺഗ്രസിലുള്ള MP-മാർക്കും അറിയാം. ഒരു MP എന്നല്ല ഉള്ളൂ, ഒരുപാട് MP-മാര് കുപ്പായിട്ട് തുണി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ ഇൻഡിവിജ്വലായിട്ട് പറയുകയാണെങ്കിൽ കെ സുധാകരന് KPCC പ്രസിഡന്റ് സ്ഥാനം മാറ്റിയിട്ട് അവിടുന്ന് അന്ന് മാറുന്ന സമയത്ത് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് ഇവിടെ MLA ആയിട്ട് മത്സരിക്കാനുള്ള ചാൻസ് തരാമെന്നും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു കാര്യമുണ്ട്. പിന്നെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസാമിൽ ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്. നമ്മളെ കൊടുത്തിട്ട് അസാമിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു ഗൊഗോയ് MP-ക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൊടുത്തിട്ട് ഏതൊരു മത്സരം അവിടെ ഭയങ്കര ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ MP-ക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഒരേ സമയത്ത് നടക്കുന്ന ഇലക്ഷനിൽ ഒരു MP-ക്ക് മത്സരിച്ചുകൂടാ, അല്ലെങ്കിൽ MP-മാർക്ക് മത്സരിച്ചുകൂടാ എന്നാണ് കോൺഗ്രസ് MP-മാരുടെ ഒരു തിരിച്ചു ചോദ്യം. അതേ തിരിച്ച് G. സുധാകരന്റെ കാര്യം പറയുകയാണെങ്കിൽ G. സുധാകരൻ ചെയ്തതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. 100% G. സുധാകരൻ ചെയ്തത് ശരിയാണ്. കെ സുധാകരൻ ഇപ്പൊ ചെയ്യുന്ന കാര്യം നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നതാണ് എന്റെ ഒരു കണക്കൂട്ടല്. ഇപ്പൊ ഈ G. സുധാകരൻ ചെയ്തത് പൂർണ്ണമായും ശരിയാണെന്ന് പറയാനുള്ള ഒരു കാരണം, ഇവിടെ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി വയനാട് പോയി സന്ദർശിച്ച സമയത്ത് ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ, നിങ്ങൾ എന്റെ കൂടെ വരണ്ട, എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നതായിട്ട് ജനം മനസ്സിലാക്കും, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മാറി നിൽക്കൂന്ന് മാത്രമേ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇവിടുത്തെ സൈബർ സഖാക്കന്മാര് അദ്ദേഹത്തിനെ വിളിച്ച ഒരു 75 വയസ്സിന് മേലെ ഉള്ള ഒരു മമ്മൂട്ടിനെ വിളിച്ചതിനും പറഞ്ഞതിനും കയ്യും കണക്കൂല്ല. അവസാനം ഞാൻ എന്റെ ഓർമ്മയിൽ, എന്റെ ചരിത്രത്തില്, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആണോന്ന് അറിയില്ല, എന്റെ ഓർമ്മയില് ഇതുവരെയായിട്ടും കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, പഴയ പാർട്ടി സെക്രട്ടറി ആയ പിണറായി വിജയൻ ഈ കാലം വരെയും ഒരു വ്യക്തിയോടോ, ഒരു സമൂഹത്തിനോടോ, ഒരു പ്രസ്ഥാനത്തിനോടോ മാപ്പ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി കിരൺജി കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മാപ്പ് പറഞ്ഞില്ലേ? മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം. എന്താ കാരണം? ആ കാരണമാണ് മെയിന്. മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി, അതേമാതിരി തന്നെ മുഹമ്മദ് റിയാസ് എന്ന മരുമകൻ, ഇതൊക്കെ അന്ന് ഈ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും